ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനഈയുടെ പ്രസ്താവന പുറത്തു വന്നിരിക്കുകയാണ്. അത്യന്തം വേദനാജനകം എന്നാണ് ഖാംനഈ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. സയനിസ്റ്റ് ഭരണകൂടം കഠിനമായ ശിക്ഷ തന്നെ കാത്തിരിക്കട്ടെ. തീർച്ചയായും ഇസ്രയേൽ അവരുടെ കഠിനമായ ശിക്ഷ ഏറ്റുവാങ്ങാൻ കാത്തിരിക്കുകയാണ്. വേദനാജനകമായ ഭാവിയായിരിക്കും ഇസ്രയേലിനെ കാത്തിരിക്കുക എന്നും ഖാംനഈ വ്യക്തമാക്കിയിരിക്കുന്നു. മഹോന്നതരായ ഇറാനിയൻ ജനതയോട് സിയോണിസ്റ്റ് ഭരണകൂടം അതിൻ്റെ ദുഷ്ടവും രക്തപങ്കിലവുമായ കൈക്കൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട രാജ്യത്തിൽ ഒരു കുറ്റകൃത്യം അഴിച്ചുവിട്ടിരിക്കുന്നു. പൗരന്മാരുടെ ജനവാസ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തി അതിൻ്റെ ദുഷ്ട സ്വഭാവം അവർ തെളിയിച്ചിരിക്കുന്നു. ഈ കുറ്റകൃത്യത്തിന് കഠിനമായ പ്രതികരണം തന്നെ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും. ആക്രമണത്തിൽ നമ്മുടെ ചില കമാൻഡർമാരും ശാസ്ത്രജ്ഞന്മാരും കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു. അവരുടെ പിൻഗാമികളും സഹപ്രവർത്തകരും അവരുടെ ജോലികൾ ഉടൻ തന്നെ ഏറ്റെടുക്കും. ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ സൈനിക ശക്തിയുടെ കരുത്താർന്ന കൈ ഇസ്രയേലിനെ വിട്ടുകൊടുക്കില്ല. ഈ കുറ്റകൃത്യത്തിലൂടെ സിയോണിസ്റ്റ് ഭരണകൂടം തങ്ങൾക്ക് ഇരുണ്ടതും വേദനയുമുള്ള ഭാവി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. തീർച്ചയായും അവരത് നേരിടേണ്ടി വരും എന്നാണ് ആയത്തുള്ള അലി ഖാംനഈയുടെ പ്രസ്താവന ഉണ്ടായിരിക്കുന്നത്. എന്നാൽ ഏത് നിമിഷം എപ്പോൾ എന്ന് മാത്രം ഇറാൻ പരമോന്നത നേതാവ് വെളിപ്പെടുത്തിയിട്ടില്ല എന്നതും ഇവിടെ ശ്രദ്ധേയമാണ്. അലി ഖാംനഈയുടെ ഈ പ്രാഥമിക പ്രസ്താവനയ്ക്ക് പിന്നാലെ ഇറാൻ ജനറൽ സ്റ്റാഫ് സൈനികരോട് സജ്ജരാകുവാനുള്ള നിർദ്ദേശം നൽകി കഴിഞ്ഞു. പരമോന്നത നേതാവിൻ്റെ ആഹ്വാനം വന്നിരിക്കുന്നു. നേതാവിൻ്റെ ഉത്തരവ് പ്രകാരം സായുധ സേന ഇസ്രയേലിന് ശക്തമായ മറുപടി നൽകുമെന്നും ഇസ്രയേൽ അവരുടെ ആക്രമണത്തിൽ ഖേദിക്കേണ്ടി വരുമെന്നുമാണ് ഇറാൻ സൈനിക മേധാവി വ്യക്തമാക്കിയിട്ടുള്ളത്. ഇറാന്റെ സായുധ സേനയുടെ ചീഫ് ഓഫ് സ്റ്റാഫ് ചെയർമാൻ മേജർ ജനറൽ മുഹമ്മദ് ബഖേരി, ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോർപ്സിന്റെ IRGCയുടെ ചീഫ് കമാൻഡർ മേജർ ജനറൽ ഹൊസൈൻ സലാമി, മറ്റ് സൈനിക സിവിലിയൻ വ്യക്തികൾ എന്നിവർ ടെഹ്റാനിൽ നടന്ന ഇസ്രയേലി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇറാനിയൻ സായുധ സേനയുടെ കേന്ദ്ര ആസ്ഥാനത്തിന്റെ കമാൻഡറായ മേജർ ജനറൽ ഗോലം അലി റാഷിദും ഒരു ആക്രമണത്തിൽ രക്തസാക്ഷിയായതായി സ്റ്റേറ്റ് TV സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആക്രമണത്തിൽ മുതിർന്ന ആണവ ശാസ്ത്രജ്ഞരായ മുഹമ്മദ് മെഹദി ടെഹ്റാൻജി, ഫൈഡൂൺ അബ്ബാസി, ഡോക്ടർ അബ്ദുൽ ഹമീദ് മിനുച്ചർ എന്നിവരും ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന വാർത്തയും ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ നഷ്ടങ്ങളിൽപ്പെട്ട ഒന്നാണ്. അതുകൊണ്ട് തന്നെ എപ്പോൾ തിരിച്ചടിക്കും എന്ന് വ്യക്തമാക്കിയിട്ടില്ലെങ്കിലും ഉചിതമായ സമയത്തുള്ളൊരു തിരിച്ചടി തന്നെ ഉണ്ടാകും എന്നാണ് ഇറാൻ ഭരണകൂടത്തിന്റെ പ്രസ്താവനകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്.